ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സിലെ 13ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? യെസ് പേഴ്സൺസ് അല്ലേ. യെസ് പേഴ്സൺസ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇൻ ദ ടേബിൾസ് ബിലോ വി ഗിവ് ദ ഫ്രാക്ഷണൽ ഫോംസ് ഓഫ് സം കോമൺലി യൂസ്ഡ് പേഴ്സൺസ്. എന്താണ് ഇവിടെ എന്താ നൽകിയിട്ടുള്ളത്? യെസ്, വി ഗിവ് ദ ഫ്രാക്ഷണൽ ഫോംസോ സം കോമൺലി യൂസ്ഡ് പേഴ്സൺ അല്ലേ, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പേഴ്സൻ്റെ ഫ്രാക്ഷണൽ ഫോംസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ക്യാൻ യു ഫിൽ ഇൻ ദ സെക്കൻഡ് ടേബിൾ? നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് ടേബിൾ ഇതുപോലെ ഫിൽ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ കൂട്ടുകാർ ഫസ്റ്റ് ടേബിൾ ഒന്ന് നോക്കിക്കേ. പേഴ്സൺ നൽകിയിട്ടുണ്ട്, ആസ് ഫ്രാക്ഷനും നൽകിയിട്ടുണ്ട്, അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് പേഴ്സൻ്റെ എത്രയാണ്? യെസ് 50% ആണ്. ആസ് ഫ്രാക്ഷൻ അഥവാ അതിൻ്റെ ഭിന്ന രൂപം എന്ന് പറയുന്നത് യെസ് 50/100 ആണ് അല്ലേ. ഇതിൻ്റെ റെഡ്യൂസ്ഡ് ഫോമോ 1/2 ആണ്. ദെൻ പേഴ്സൺ 25% ആസ് ഫ്രാക്ഷൻ 25/100 റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത് യെസ് 1/4 ആണല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? 50% എന്നുള്ളതിന് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാൻ നമുക്ക് മനസ്സിലായില്ലേ. 50/100 ഭിന്ന രൂപത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? 50/100. ദെൻ അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് മനസ്സിലായോ? നമുക്കൊന്ന് നോക്കാം. യെസ് 50/100 ആണല്ലേ. 50നെ നമുക്ക് എങ്ങനെ എഴുതാം? യെസ് 1 × 50. ദെൻ 100ഓ? യെസ് 2 × 50 എന്ന് എഴുതാം അല്ലേ. 15 ക്യാൻസൽ ചെയ്താൽ എങ്ങനെ? യെസ് 1/2 അല്ലേ. അപ്പോൾ ഇതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം എങ്ങനെ കണ്ടെത്തി മനസ്സിലായല്ലോ? 1/2 ആണല്ലേ ഇതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഏറ്റവും ചെറുതാക്കി കിട്ടുന്നത് എങ്ങനെയാണ്? യെസ് 1/2. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് 25% എങ്ങനെ കിട്ടിയിട്ടുള്ളത് നോക്കാം. അതിന് നമുക്ക് അതിൻ്റെ ഫ്രാക്ഷൻ എഴുതാം അല്ലേ. 25/100 ആണ്. ദെൻ 1 × 25 എഴുതാം. ദെൻ 100 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 25 എന്ന് എഴുതാമല്ലോ. ഓക്കെ, ദെൻ 25ഉം ക്യാൻസൽ ചെയ്തല്ലേ. ദെൻ 1/4. ഓക്കെ, അപ്പം ഇത് റെഡ്യൂസ്ഡ് ഫോം എങ്ങനെ കണ്ടെത്തുന്നത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം? സെക്കൻഡ് ടേബിളിലുള്ള 75%, 20%ഉം ഇതുപോലെ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 75% നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആസ് ഫ്രാക്ഷനിൽ അതിൻ്റെ ഭിന്ന രൂപം എഴുതണം. 75/100. ദെൻ അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം അല്ലേ കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്ക് എഴുതാം 75/100 എത്രയാണ്? 3 × 25 നമുക്കറിയാം എത്രയാണ്? 75 ആണല്ലേ. ദെൻ 100ൽ എത്ര 25 ഉണ്ട്? എത്രയാണ്? യെസ് 4 × 25 അല്ലേ. 25ഉം 25ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ 3/4. അപ്പോൾ അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത് എത്രയാണ്? 3/4 ആണല്ലേ. 3/4. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. 20% ആണല്ലേ. 20%. അത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ എഴുതാം. 20/100 അല്ലേ. ദെൻ റെഡ്യൂസ്ഡ് ഫോം എങ്ങനെ കണ്ടെത്തും? യെസ് 20/100. 1 × 20. ദെൻ 100ൽ എത്ര 20 ഉണ്ട്? യെസ് 5 അല്ലേ. 5 × 20. ദെൻ 20 20 ക്യാൻസൽ ചെയ്ത് പോയാൽ യെസ് 1/5. റെഡ്യൂസ്ഡ് ഫോം നമ്മൾ കണ്ടെത്തിയല്ലോ. എത്രയാണ്? 1/5. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടെത്തിയെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയാലോ. നോക്കാം. ആൻഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറർ സെൽ സം ഓഫ് ദെയർ ഓൾഡർ മോഡൽസ് അറ്റ് റെഡ്യൂസ്ഡ് പ്രൈസസ് ആസ് ഷോൺ ഇൻ ദ ടേബിൾ ബിലോ. എന്താണ്? ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചർ അദ്ദേഹത്തിൻ്റെ ഓൾഡർ മോഡൽസ് ഒക്കെ വിൽക്കുകയാണ്. എങ്ങനെയാണ് വിൽക്കുന്നത്? യെസ് റെഡ്യൂസ്ഡ് പ്രൈസസിലാണ് അല്ലേ. ആസ് ഷോൺ ഇൻ ദ ടേബിൾ ബിലോ. അതാണ് നമുക്കിവിടെ ടേബിളിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് ഏത് ഡിവൈസ് ആണ് നൽകിയിട്ടുള്ളത്? ലാപ്ടോപ്പ് അല്ലേ. അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 65,000 ആണ്. അതിൻ്റെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ് 10%. റിഡക്ഷൻ എത്രയാണ്?
10%. Then mobile phone original price 25,000 and reduction 20%. Then smartwatch original price 12,000. Then reduction എന്ന് പറയുന്നത് 30% ആണ്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? കമ്പ്യൂട്ട് ദ കറണ്ട് പ്രൈസ് ഓഫ് ഈച്ച്, അതായത് ഓരോന്നിൻ്റെയും കറണ്ട് പ്രൈസ് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഓരോ കടയുടെ മുന്നിലൊക്കെ ഇത്ര ശതമാനം വിലക്കിഴിവ് എന്നൊക്കെ 50%, 20% വിലക്കിഴിവ് നമ്മൾ കാണാറുണ്ടല്ലോ. അതുപോലെ നമുക്കിവിടെ നൽകിയിരിക്കുകയാണ്. ഈ ലാപ്ടോപ്പിനും മൊബൈൽ ഫോണിനൊക്കെ വിലക്കിഴിവ് കൊടുക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് അവിടെ വേറെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ റിഡക്ഷൻ, ഇതിൻ്റെ വിലക്കിഴിവ് ശതമാനമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും കറണ്ട് പ്രൈസാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ഇത് നമുക്ക് കറണ്ട് പ്രൈസ് കണ്ടെത്താൻ എന്ത് വേണം? നമുക്കറിയാം, ഈ റിഡ്യൂസ്ഡ് എമൗണ്ട് വേണം. നമുക്ക് റിഡക്ഷൻ ഇവിടെ പെർസെൻറ്റേജിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ റിഡ്യൂസ്ഡ് എമൗണ്ട് നമ്മൾ ആദ്യം കണ്ടെത്തണം. ഒറിജിനൽ പ്രൈസും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുക? റിഡ്യൂസ്ഡ് എമൗണ്ട് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലാപ്ടോപ്പ് നോക്കാം അല്ലേ. ലാപ്ടോപ്പിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ലാപ്ടോപ്പിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 65,000 ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ റെഡ്യൂസ്ഡ് എമൗണ്ട് കണ്ടെത്താം. ഓക്കെ, നമുക്ക് എഴുതാം റെഡ്യൂസ്ഡ് എമൗണ്ട് അല്ലേ. റെഡ്യൂസ്ഡ് എമൗണ്ട് എങ്ങനെ കണ്ടെത്തും? യെസ്, നമുക്കറിയാം 65,000ന്റെ 10% റെഡ്യൂസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി റിഡക്ഷൻ നോക്കൂ, 10%. അപ്പൊ 65,000 into 10/100. Okay, then yes, 0 ക്യാൻസൽ ചെയ്തു. ലാസ്റ്റ് എത്രയാണ്? 6,500. എത്രയാണ് കിട്ടിയത്? 6,500. അപ്പോൾ നമുക്ക് റെഡ്യൂസ്ഡ് എമൗണ്ട് കിട്ടി 6,500 എന്നല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് പ്രൈസ് അല്ലേ കണ്ടെത്തേണ്ടത്. കറണ്ട് പ്രൈസ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഈ ഒറിജിനൽ പ്രൈസ് എന്ത് ചെയ്താൽ മതി? യെസ്, ഒറിജിനൽ പ്രൈസ് മൈനസ് എന്ത് ചെയ്യുക? യെസ്, റെഡ്യൂസ്ഡ് എമൗണ്ട് അല്ലേ. റെഡ്യൂസ്ഡ് എമൗണ്ട്, ഒറിജിനൽ പ്രൈസിന് എന്ത് ചെയ്താൽ മതി? ഈ റെഡ്യൂസ്ഡ് എമൗണ്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു? യെസ്, 65,000 അല്ലേ. 65,000 മൈനസ് 6,500. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ്, 58,500 അല്ലേ റുപ്പീസ്. 58,500 രൂപയാണ് അല്ലേ. അപ്പോൾ ഈ ലാപ്ടോപ്പിന്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 58,500 രൂപ. 58,500 റുപ്പീസ്. എങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് മൊബൈൽ ഫോൺ നോക്കാം അല്ലേ. ഓക്കെ, മൊബൈൽ ഫോണിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒറിജിനൽ പ്രൈസ് നോക്കൂ, 25,000 ആണ്. ദെൻ അതിന്റെ റിഡക്ഷൻ എന്ന് പറയുന്നത് 20% ആണ് അല്ലേ. അപ്പൊ 25,000 20% എന്താണെന്ന് പറയുന്നത്? യെസ്, ഇപ്പോഴത്തെ റെഡ്യൂസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 25,000ന്റെ 20% ആണ്. അപ്പൊ നമുക്ക് റെഡ്യൂസ്ഡ് എമൗണ്ട് കണ്ടെത്താം. യെസ്, 25,000 into 20/100 അല്ലേ. യെസ്, 0 ക്യാൻസൽ ചെയ്ത്. ദെൻ 25 into 2, യെസ് 50 ആണ് അല്ലേ. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, എത്രയാണ്? 5,000 രൂപ അല്ലേ. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? 5,000 റുപ്പീസ് ആണ്. എത്രയാണ്? 5,000 റുപ്പീസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇതിന്റെ
എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? കറണ്ട് പ്രൈസ് അല്ലേ കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ പ്രൈസിൽ നിന്ന് റെഡ്യൂസ്ഡ് എമൗണ്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഒറിജിനൽ പ്രൈസിൽ നിന്ന് റെഡ്യൂസ്ഡ് എമൗണ്ട് മൈനസ് ചെയ്യുക അല്ലേ. ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു? 25,000 ആയിരുന്നു അല്ലേ. 25,000 മൈനസ് എത്രയാണ് നമ്മളിപ്പോൾ റെഡ്യൂസ്ഡ് എമൗണ്ട് കണ്ടെത്തിയത്? 5,000 അല്ലേ. 5,000 ആയിരുന്നു. 25,000 മൈനസ് 5,000 എത്രയാണ്? 20,000 അല്ലേ. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 20,000 റുപ്പീസ്. 20,000 റുപ്പീസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് പ്രൈസ് കിട്ടിയല്ലോ 20,000 റുപ്പീസ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഏതായിരുന്നു കൂട്ടുകാരെ? സ്മാർട്ട് വാച്ച് ആണ് അല്ലേ. അപ്പൊ അതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 12,000 റിഡക്ഷൻ 10% ആണ്. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടെത്തണം? റെഡ്യൂസ്ഡ് എമൗണ്ട് കണ്ടെത്തണം അല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം 12,000 ഇൻറ്റു 30/100 അല്ലേ. 0 ക്യാൻസൽ ചെയ്ത് then 12 ഇൻറ്റു 3 എത്രയാണ് കിട്ടുന്നത്? 36 അല്ലേ. 12 ഇൻറ്റു 3 36. then 0 2 പൂജ്യങ്ങളും. അപ്പം എത്രയായി? 3,600 രൂപ അല്ലേ. 3,600 രൂപ. അപ്പം അതിൻ്റെ റെഡ്യൂസ്ഡ് എമൗണ്ട് നമുക്ക് കിട്ടി 3,600 റുപ്പീസ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടെത്തണം? കറണ്ട് പ്രൈസ് കണ്ടെത്തണം അല്ലേ. കറണ്ട് പ്രൈസാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ കറണ്ട് പ്രൈസ് കണ്ടെത്താൻ ഒറിജിനൽ പ്രൈസിന് എന്ത് ചെയ്യുക? റെഡ്യൂസ്ഡ് എമൗണ്ട് മൈനസ് ചെയ്യുക. ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു? 12,000 അല്ലേ. 12,000 മൈനസ് 3,600. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? എത്രയാണ് കൂട്ടുകാരെ? 8,400 റുപ്പീസ് അല്ലേ. 8,400 റുപ്പീസ്. 8,400 രൂപ. അപ്പോൾ നമ്മൾ ഇപ്പം എല്ലാത്തിൻ്റെയും കറണ്ട് പ്രൈസ് കണ്ടെത്തിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. എ ബിസിനസ്മാൻ ഡൊണേറ്റ് 2% ഓഫ് ഹിസ് മന്ത്ലി പ്രോഫിറ്റ് ടു ചാരിറ്റി. എന്താണ്? In a certain month he got 25,000 rupees as profit. How much of this did he donate to charity എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ബിസിനസ് മാൻ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ മന്ത്ലി പ്രോഫിറ്റിൽ നിന്ന് 2% ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അല്ലേ. ദെൻ ഇൻ എ സർട്ടൈൻ മന്ത് ഹി ഗോട്ട് 25,000 റുപ്പീസ് ആസ് പ്രോഫിറ്റ്. ഹൗ മച്ച് ഓഫ് ദിസ് ഡിഡ് ഹി ഡൊണേറ്റ് ടു ചാരിറ്റി. അപ്പോൾ അദ്ദേഹം എത്ര രൂപയായിരിക്കും ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 2% അല്ലേ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. അതിൻ്റെ 2%. അപ്പോൾ 25,000 2% കണ്ടെത്തിയാൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. ഓക്കെ, 25,000 ഇൻറ്റു 2/100 അല്ലേ. 0 ക്യാൻസൽ ചെയ്യാം. ഞാൻ 25 ഇൻറ്റു 2 50 ആണ്. ഇതിനൊരു 0 കൂടി ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 500. അപ്പോൾ എത്ര രൂപയാണ് അദ്ദേഹം ഡൊണേറ്റ് ചെയ്യുന്നത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട്? 500 റുപ്പീസ്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. A person earning between 2.5 lakhs and 5 lakhs annually then must pay 5% of this as income tax. എന്താണ്? പേഴ്സൺ ഇൻകം ബിറ്റ്വീൻ 2.5 lakhs and 5 lakhs annually. വാർഷികത്തിൽ 2.5 lakh അതായത് 2.5 ലക്ഷവും 5 ലക്ഷം അല്ലേ. 5 ലക്ഷത്തിനും ഇടയിലാണ് ആനുവൽ ഇൻകം എന്ന് വിചാരിച്ചാൽ അദ്ദേഹം എത്ര പേഴ്സൻറ്റ് ഇൻകം ടാക്സ് കൊടുക്കണം എന്ന് പറയണത്? 5% ഇൻകം ടാക്സ് കൊടുക്കണം. ദെൻ ഹൗ മച്ച് ഇൻകം ടാക്സ് ഷുഡ് എ പേഴ്സൺ വിത്ത് ആനുവൽ ഇൻകം 3.5 lakhs പേ. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരാൾക്ക് എത്ര വരുമാനമുണ്ട്? ആനുവൽ ഇൻകം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്?
യെസ്, ആനുവൽ ഇൻകം 3.5 lakhs. 3.5 ലക്ഷം ആനുവൽ ഇൻകം ഉള്ള ഒരാൾ എത്ര ടാക്സ് കൊടുക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര രൂപ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കിവിടെ അറിയാം, എ പേഴ്സൺ ഏണിംഗ് ബിറ്റ്വീൻ 2.5 lakhs and 5 lakhs ആനുവലി മസ്റ്റ് പേ 5% ഓഫ് ദിസ് ആസ് ഇൻകം ടാക്സ്. അതായത് 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ വരുമാനമുള്ള ആൾ എത്ര പെർസെൻറ്റേജ് കൊടുക്കണം? 5% ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാലോ, ഈ 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലല്ലേ 3.5 ലക്ഷം വരുന്നത്. അപ്പോൾ 3.5 ലക്ഷം രൂപയ്ക്ക് എത്ര പെർസെൻറ്റാണ് ടാക്സ് കൊടുക്കേണ്ടത്? യെസ്, 5% ആണല്ലേ. 5% ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, നമുക്കിതിൻ്റെ 5% കണ്ടെത്തിയാൽ മതി അല്ലേ. 3 lakhsൻ്റെ 5% കണ്ടെത്തിയാൽ മതി. 3 lakhs ഇൻറ്റു എങ്ങനെ എഴുതാം? യെസ്, 5/100 അല്ലേ. 3 lakhs എന്നെങ്ങനെ എഴുതാം? യെസ്, നോക്കൂ, സോറി, 3.5 lakhs അല്ലേ. ആനുവൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? ആനുവൽ ഇൻകം എത്രയാണ്? ആനുവൽ ഇൻകം എഴുതാം നമുക്ക്. ആനുവൽ ഇൻകം എന്ന് പറയുന്നത് യെസ് 3.5 lakhs ആണല്ലേ. യെസ്, 3.5 lakhs എന്ന് പറഞ്ഞാൽ 3,50,000 അല്ലേ. യെസ്, ഓക്കെ, 3.5 lakhs ആയി. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിന് ഇൻകം ടാക്സ് എത്ര പെർസെൻറ്റേജ് ആണ്? 5% ആണല്ലേ. 5%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3.5 lakhsൻ്റെ 5% കണ്ടെത്തണം. ഓക്കെ, നമുക്ക് എഴുതാം. നമുക്കിവിടെ ഓക്കെ, നമുക്ക് എഴുതാം. ഇൻറ്റു എത്രയാണ്? 5/100 അല്ലേ. 35 × 5 എന്ന് പറഞ്ഞാൽ എത്രയായി? യെസ്, ഞാൻ എത്ര പൂജ്യം കൂടിയുണ്ട്? 2 പൂജ്യം അല്ലേ. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടിയല്ലോ? യെസ്, 17,500 രൂപ. 17,500 രൂപയാണ് അയാൾ എത്ര ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത് അല്ലേ. 3.5 ലക്ഷം വരുമാനമുള്ള ഒരാൾ എത്ര രൂപ ടാക്സ് ആയിട്ട് കൊടുക്കണം? 17,500 രൂപ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എ പേഴ്സൺ ഏണിംഗ് ബിറ്റ്വീൻ 5 and 10 lakhs ഷുഡ് പേ 5% ഓഫ് 5 lakhs ആൻഡ് 20% ഓഫ് ദ എക്സസ് ഓവർ 5 lakhs. How much income tax should a person with annual income 7.5 lakhs pay? ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എ പേഴ്സൺ ഏണിംഗ് ബിറ്റ്വീൻ 5 and 10 lakhs ഷുഡ് പേ 5% ഓഫ് 5 lakhs ആൻഡ് 20% ഓഫ് ദ എക്സസ് ഓവർ 5 lakhs. അതായത് ഒരു പേഴ്സൺ ഏണിംഗ് ചെയ്യുന്നതിൻ്റെ 5 lakhsനും 10 lakhsനും ഇടയിലാണെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ 5% എന്ത് ചെയ്യണം? 5% ആണ് കൊടുക്കേണ്ടത് അല്ലേ, ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ദെൻ 20% ഓഫ് ദ എക്സസ് ഓവർ 5 lakhs. ഇനി 5%, അതായത് 5 lakhsനെക്കാട്ട് കൂടുതലുണ്ടായിരുന്ന പൈസ ഇല്ലേ, അതിന് ബാക്കി വരുന്ന മിച്ചം വരുന്ന തുകയ്ക്ക് എത്ര കൂടി കൊടുക്കണം? യെസ്, 20% കൊടുക്കണം. ഹൗ മച്ച് ഇൻകം ടാക്സ് ഷുഡ് എ പേഴ്സൺ വിത്ത് ആനുവൽ ഇൻകം 7.5 lakhs പേ? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് 5 ലക്ഷം മുതൽ 5 lakhs മുതൽ 10 lakhs വരെ വാർഷിക വരുമാനമുള്ള ആൾ എന്ത് ചെയ്യണം? ഈ 5 lakhsന് എത്ര രൂപ കൊടുക്കണം? 5% കൊടുക്കണം. യെസ്, 5 lakhsന് 5% കൊടുക്കണം. ആ ബാക്കി വരുന്ന തുക ഉണ്ടാവില്ലേ, ആ മിച്ചമുള്ള തുകയ്ക്ക് എത്ര പെർസെൻറ്റും കൊടുക്കണം എന്നാണ് പറയണത്? യെസ്, 20% നികുതി അടയ്ക്കണം എന്നാണ് പറയുന്നത്. ദെൻ ഹൗ മച്ച് ഇൻകം ടാക്സ് ഷുഡ് എ പേഴ്സൺ വിത്ത് ആനുവൽ ഇൻകം 7.5 lakhs പേ? എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? യെസ്, അതായത് എത്ര വരുമാനമുള്ള ഒരാളാണ്? 7.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾ എത്ര രൂപ നികുതി അടയ്ക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 5 and 10 lakhsന് എത്രയാണ്?
5-ന് അതിൽ 5% 5 lakhsന് 5%ഉം ബാക്കി വരുന്നതിന് 20% അല്ലേ. ഇപ്പം ഈ 7 and 5 lakhs 5 lakhsന് നമുക്ക് എന്ത് ചെയ്യാം, 5% ആദ്യം കണ്ടെത്താം അല്ലേ. 7.5 lakhs അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. വാർഷിക വരുമാനം എന്ന് പറയുന്നത് 7.5 lakhs ആണ്. അപ്പോൾ അതിൽ 5 lakhsന് എത്ര % ആണ്? 5 lakhsന് 5%. ബാക്കി എത്ര ഉണ്ടാവും 7.5 lakhs? യെസ്, 2 lakhs and half lakhs അല്ലേ. 2.5 ലക്ഷം ബാക്കി ഉണ്ടാവില്ലേ? യെസ്, 2.5 lakhs ഉണ്ടാവും. അതിന് എത്ര പെർസെന്റ് കൊടുക്കണം? 20% നികുതിയാണല്ലേ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് 5 lakhs 5 lakhs എന്ന് എഴുതുമ്പോൾ 5 പൂജ്യം വേണം അല്ലേ. 3, 4, 5. ഓക്കെ, അതെങ്ങനെയാണ് എത്തും? 5 lakhs ഇൻറ്റു 5/100 അല്ലേ. 5 ലക്ഷം രൂപയ്ക്ക് 5% അല്ലേ നികുതി. 5/100. 0 cancel, then 0 cancel. Then 5 into 5 25 അല്ലേ. then എത്ര പൂജ്യം കൂടി ഉണ്ട്? 3 പൂജ്യങ്ങളുണ്ട്. അപ്പം എത്രയായി? 25,000 rupees. ഓക്കെ, അപ്പോൾ 5%, 5 ലക്ഷത്തിന് 5% ആകുമ്പോൾ എത്ര രൂപയായി? 25,000 രൂപയാണ് നികുതിയായിട്ട് അടയ്ക്കേണ്ടത് അല്ലേ, ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഇനി നോക്കൂ, ഈ 7.5 ലക്ഷത്തിൽ ഇനി എത്ര രൂപ കൂടി ബാക്കിയുണ്ട്? 2.5 ലക്ഷം കൂടി ഇല്ല. 2.5 ലക്ഷത്തിന് എത്ര % നികുതി അടയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 20% അല്ലേ. 20% ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2.5 ലക്ഷത്തിൻ്റെ 20% കണ്ടെത്തണം. 20% ഓഫ് 2.5 lakhs അല്ലേ. 2.5 ലക്ഷം എന്ന് പറയുമ്പോൾ 2,50,000. ഓക്കെ, ഇനി നമുക്ക് എഴുതാം 2,50,000 ഇൻറ്റു എത്രയാണ്? 20/100 അല്ലേ. 0 ക്യാൻസൽ ചെയ്തു, ദെൻ 0. നമുക്കറിയാം 25 ഇൻറ്റു 2 50. ഇതിന് എത്ര പൂജ്യം കൂടി ഉണ്ട്? 3 പൂജ്യം അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി എത്ര രൂപയാണ്? 50,000 rupees, 50,000 രൂപ. ഇപ്പം നമ്മൾ 5 ലക്ഷത്തിൻ്റെയും കണ്ട് 2.5 ലക്ഷത്തിൻ്റെയും കണ്ട് ആകെ എത്രയാണ്? 7.5 lakhs. അപ്പോൾ ഇത് ടോട്ടൽ കണ്ടെത്തണ്ടേ? മൊത്തം നികുതി കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ടാക്സ് ആഡ് ചെയ്യാം അല്ലേ. 25,000 പ്ലസ് 50,000 അല്ലേ. പ്ലസ് 50 50,000 എത്രയായി? 75,000. ആൻസർ എത്ര കിട്ടുന്നത്? 75,000. അപ്പോൾ 75,000 rupees ആണ്. 75,000 രൂപയാണ് ആകെ നികുതിയായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, 75,000 രൂപ കണ്ടെത്തിയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.